നല്ലതായിട്ട് ആര് ചെയ്താലും അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് തോന്നും. ആ കഥാപാത്രമായിട്ട് നിന്നാൽ പിന്നെ അവർ നമ്മളെ നയിച്ചോളും. തലമുറ ഡയറക്ടർമാരും എഴുത്തുകാരും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ എല്ലാം മാറുന്നുണ്ട്. ഞാനും ചിലപ്പോഴൊക്കെ ഇദ്ദേഹം ചോദിച്ച പോലെ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോഴായിരിക്കും അതെങ്ങനെ സംഭവിച്ചു എന്ന്. തമിഴായതുകൊണ്ടൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മലയാളി ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾക്ക് അറിയാവുന്ന തമിഴ് പറഞ്ഞാൽ മതി. ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു ഡയറക്ടർ അടുത്തേക്ക് ചെല്ലുന്നു. അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അനുസരിച്ചിട്ട് അതിനൊപ്പം സഞ്ചരിക്കും. ആ സമയത്തും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. ആ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് തയ്യക്കടയുടെ ചുറ്റുവട്ടമൊക്കെ വിട്ട് ഇവരെ കൂടെ ചേർന്നത്. ഒരുപാട് മനസ്സ് നിറച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് എങ്കിലും ഞാൻ എൻ്റെ ശൈലികളൊന്നും വിട്ടിട്ടില്ല. എല്ലാവരും വിളിക്കുന്നത് ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. മാമു ചേട്ടാന്നില്ല. സിദ്ദീഖ് സാറൊക്കെ പറയും മാമുക്ക് എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന വിധത്തിന് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. സ്വപ്നം കാണാൻ. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കൊപ്പം ഇന്ദ്രൻ ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. അനന്തങ്കാടാണ് പുതിയ വിശേഷം. സിനിമയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ വിജയരാഘവൻ സാറുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു ഇമോഷണൽ രംഗം കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമയിലുടനീളം നിങ്ങൾ രണ്ടുപേരും അങ്ങ് കൊമ്പ് കോർക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വിജയരാഘവൻ സാറുമായിട്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോമ്പോ വർക്കായ? നമ്മളെക്കാളും കുറേ കൂടെ മുതിർന്ന ആളും അഭിനയം പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളല്ലേ. അപ്പോൾ പരസ്പരം സിനിമയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അത്യാവശ്യം ഉപദേശങ്ങളൊക്കെ തരുന്ന ആളുമൊക്കെയാണ്. അപ്പോൾ ഒരുമിച്ച് കുറേ നാളിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു പടത്തിൽ ചെയ്യുന്നതും അത് വളരെ നമുക്ക് തന്നെ വളരെ വിസ്മയമായി തോന്നിയൊക്കെ ചെയ്ത ഒരു സിനിമയാണ്. ഒരു ഇമോഷണൽ അതിൻ്റെ ഒരു സന്തോഷമാണ് ഉണ്ടായിരുന്നു. നായകനേക്കാളും സിനിമയിൽ ഒരുപാട് ഡയലോഗുകൾ വരുന്നതൊക്കെ ഇന്ദ്രൻ ചേട്ടനാണ്. അതെങ്ങനെ ആ ഒരു സിനിമ അങ്ങ് കൊണ്ടുപോയിരുന്നു? അതായത് തനിക്കൊപ്പമുള്ള ഒരു ഗ്യാങ്ങിനെയും അങ്ങ് നയിക്കുന്ന മുന്നിൽ നിന്നുള്ള ആശാനായിരുന്നു. അതിന്റെ ആശാൻ എന്ന് പറയുന്നത് മുരളി ഗോപി, ജി.എൻ. കൃഷ്ണകുമാർ. അവരുടെ സ്ക്രിപ്റ്റിങ്ങിൽ വരുന്ന കഥാപാത്രങ്ങളെ അവർ ഒരു വിട്ടുവീഴ്ചയില്ലാതെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തു. അല്ല, നമ്മളൊരു ഗുണ്ടാ തലവനൊരു കുറിയൊക്കെ തൊട്ട് വന്നിട്ട് നിൽക്കുന്ന കാണുന്ന ആദ്യമായിട്ടാണ് ആ ഒരു പവർ വരുന്നത്. പിന്നെ സിനിമയിലെ മാനറിസങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടന് ഒരു മാനറിസം ഉണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞൊരു സിനിമയിൽ കറുപ്പ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ ഇന്ദ്രൻ ചേട്ടൻ മുന്നിൽ ഇങ്ങനെ കൈവച്ചിരിക്കുന്ന കുറേ മാനറിസങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനന്തങ്കാടിലേക്ക് എത്തുമ്പോൾ ആ മാനറിസം മാറുന്നൊരു കുറേ സീനുകളുണ്ട്. അതായത് ആ ഒരു പവർ കയ്യിലെത്തുമ്പോൾ കൈ നേരെ ഇവിടത്തേക്ക് പോകുന്നു. അവിടെ ഒരു ചേഞ്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇരുത്തത്തിലാണെങ്കിലും മാനറിസം മൊത്തത്തിലൊന്ന് മാറുകയാണ്. അതിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളിലേക്ക് മാനറിസം? ആരെങ്കിലുമൊക്കെ അതുപോലെ ആരെങ്കിലുമൊക്കെ നമുക്ക് സങ്കല്പിച്ചെടുത്തിട്ട് അതിലേക്ക് എത്തുന്നതാണ് അവർ പറഞ്ഞു. പിന്നെ അവർ തരുന്നൊരു സ്പേസ് കൂടെ ഉണ്ട്. ഡയറക്ടർ നമുക്ക് അനുവദിച്ച് തരുന്ന ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യാനുള്ള ഒരു താളവും ഒക്കെ അതിനകത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നത് തന്നെ അവരുടെ അനുഭവത്തോടുകൂടി ചെയ്തു പോകുന്നതല്ലേ. എപ്പോഴും ഇന്ദ്രൻ ചേട്ടനായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് ഇടുക അല്ല. നമ്മളെന്തെങ്കിലുമൊക്കെ കരുതി നമ്മളൊരു ആ കഥാപാത്രമായിട്ട് നിന്നാൽ പിന്നെ അവർ നമ്മളെ നയിച്ചോളും. നമ്മളങ്ങനെ അവർ പറഞ്ഞു തരുന്ന ക്യാരക്ടർ ആവാൻ നമ്മൾ എടുക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പിന്നെ അവരെ ചലിപ്പിക്കുന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കൗതുകം കൊണ്ട്, എന്ന് മുതലാണ് ഈ സീരിയസ് റോളുകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് തോന്നി? ഒരു 90s മുതൽ 2000 വരെ ചേട്ടൻ കോമഡി റോളുകൾ മാത്രം ചെയ്തിട്ട് ഈ സീരിയസ് റോളുകളിലേക്ക് തിരഞ്ഞെടുക്കാൻ, അങ്ങനെയുള്ള സിനിമകൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? നമ്മളായിട്ടൊരു സിനിമയും തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒന്നും വരുമൊന്നുമില്ല. ആൾക്കാർ വിളിക്കുന്നതല്ലേ. അപ്പോൾ കാലം എന്തെല്ലാം മാറ്റം വരുന്നു. അപ്പം അങ്ങനെയുള്ള സിനിമകൾ തന്നെ ഇന്ന് ഇറങ്ങുന്നില്ലല്ലോ. അപ്പം തലമുറ ഡയറക്ടർമാരും എഴുത്തുകാരും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ എല്ലാം മാറുന്നുണ്ട്. എൻ്റെ ശബ്ദം മാറും, എൻ്റെ ശരീര പ്രകൃതിയോ എൻ്റെ കാഴ്ചപ്പാട് എല്ലാം മാറുകയല്ലേ. അപ്പം നമ്മളറിയാതെ തന്നെ അതിലേക്ക് എത്തിപ്പെടുന്നതാണ്. നമ്മളായിട്ട് എനിക്കത് വേണമെന്ന് പറയുന്നതല്ല, ഓരോരുത്തരും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മളിൽ നിന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ അത് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മാറുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും ചിലപ്പോഴൊക്കെ ഇദ്ദേഹം ചോദിച്ച പോലെ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോഴായിരിക്കും അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അതിങ്ങനെ
ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയസ് റോള്, ഇപ്പം ചേട്ടൻ അങ്ങനെയാണല്ലോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കഥാപാത്രത്തിലേക്ക് ഇടുന്ന, ഞാൻ ചോദിക്കാനുള്ള കാരണം ചേട്ടൻ്റെ സ്ഥായിയായ ഒരു ഭാവമുണ്ട്, ഒരു വിനയത്തുള്ള ആ ഭാവത്തിൽ നിന്ന് ഒരു സെക്കൻഡ് ഉണ്ടാവില്ലേ ഈ കഥാപാത്രമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അത് നമ്മൾ ഷോട്ട് എടുക്കുന്നതിന് പോകുന്ന ടൈം ഉണ്ടല്ലോ, ആ സെറ്റിലെത്തി മേക്കപ്പ് ചെയ്ത് ആ ക്യാരക്ടറായ എടുത്താൽ പിന്നെ നമ്മൾ ആ ക്യാരക്ടറായിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കും. കറുപ്പില് അഭിനയിച്ച അനുഭവം എന്ന് പറയുക സൂര്യൻ്റെ ഒപ്പം. കറുപ്പ് തമിഴായതുകൊണ്ടൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മലയാളി ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾക്ക് അറിയാവുന്ന തമിഴ് പറഞ്ഞാൽ മതി. പിന്നെ അവിടുത്തെ ചുറ്റുവട്ടമൊന്നും എനിക്ക് അധികം പരിചയമില്ലാത്തതിൻ്റെ ഒരു ഉള്ളിടിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സൂര്യ സാറിൻ്റെയൊക്കെ ഒരു ഇടപെടലും അവരുടെ എളിമയും സമാധാനവും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഭദ്രമായി അവര് കൂട്ടത്തിൽ ചേരാൻ അങ്ങനെ ഒരു ധൈര്യം കിട്ടിയത് അത് അവരുടെ ഇടപാടിലും ഉണ്ടാകും. ആര്യ ഇപ്പൊ പറയുന്ന കേട്ടു തമിഴ്നാട്ടിൽ ഇപ്പൊ ഇന്ദ്രൻ സാറിന് വലിയൊരു സ്വീകരണം കിട്ടുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോഴുള്ള ഒരു വെൽക്കമിങ് എങ്ങനെയാണ് ചേട്ടൻ? അങ്ങനെ അധികം ഞാൻ പിന്നെ പോയില്ല. പോകുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ തിരിച്ചറിയുമായിരിക്കും. മറ്റേ ഇടയ്ക്കൊക്കെ എയർപോർട്ടിൽ വന്നാലോ ഡ്രൈവേഴ്സിന് ഹോം കണ്ടവരൊക്കെ തിരിച്ചറിയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അത് കുറച്ചും കൂടെ അറിഞ്ഞിട്ടുണ്ടാവും, അറിയും. ഇത് രണ്ട് ഹോമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹോമായാലും ഇപ്പോൾ ചിന്ന ചിന്ന ആശയാണെങ്കിലും അങ്ങനെയുള്ള സിനിമകൾ ഒരു ഭാഗത്തോട്ട് പോകുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ടെററായിട്ടുള്ള ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നുണ്ട്? ഒന്നും ചെയ്തില്ല. നമ്മൾ പ്ലെയിൻ ആയിട്ട് അതൊരു ഇതാണ്. നമ്മളങ്ങനെ ഒന്നും ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു ഡയറക്ടർ അടുത്തേക്ക് ചെല്ലുന്നു. അവര് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അനുസരിച്ചിട്ട് അതിനൊപ്പം ഒന്ന് ചോദിച്ചോട്ടെ, പഴയ കാലം എപ്പോഴെങ്കിലും മിസ് ചെയ്യാറുണ്ടോ? ആ ഒരു അപ്പം കുറേ ഒരു ഗ്യാങ് ആയിട്ടല്ലേ നിങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പം സിനിമ മാറി, ചുറ്റുപാടുള്ള ആൾക്കാർ മാറി, ആ കാലം മിസ് ചെയ്യാറുണ്ടോ? ഇല്ല, അത് അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് എങ്കിലും ഞാൻ എൻ്റെ ശൈലികളൊന്നും വിട്ടിട്ടില്ല. എൻ്റെ ജീവിത രീതിയും എൻ്റെ ചിന്തകളും ഒക്കെ അതൊന്നും അടർന്നു പോകാതെ തന്നെയാണ്. ഇപ്പോൾ പഴയ സിനിമകളെ കുറിച്ചുള്ള ഓർമ്മകൾ ചോദിക്കുവാണെങ്കിലേ, കാവടിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ ബ്രാൻഡ് എടുത്തിട്ട് ജയറാം വെട്ടുമൊക്കെ ചെയ്യുന്നതും ചവിട്ടുന്നൊരു സീനുണ്ട്. അതിൽ ഇന്ദ്രൻ സാറിന് പരിക്കേറ്റതായിട്ട് കഥകൾ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതായിരുന്നു? ഇല്ല, ഉദ്ദേശം വെച്ച് പറയുന്നത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരുന്നു. ക്യാമറ വെച്ചിട്ട് ആ കൊല പിടിക്കുന്നതും കൊല പിടിച്ചാൽ ഏതറ്റം വരെ ഔട്ട് പോവാം, ഇല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രെയിമിന് വെളിയിൽ പോകില്ലേ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ക്യാമറാമാനും കൂടെ അറിഞ്ഞ് ഗ്രൗണ്ട് വരെ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ ആയിരിക്കും, നമ്മൾ വീഴുന്നത് ഔട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നു. അന്ന് ഇന്ദ്രൻ ചേട്ടൻ എത്രത്തോളം തൻ്റെ ശരീരത്തെ കഥാപാത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു അന്നത്തെ കാലത്ത് ഓർക്കുന്നുണ്ട്? അത് അല്ല, ആ ശരീരം ആ പോരായ്മകളായിട്ട് കരുതുന്നെങ്കിൽ അത് തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഒരു വസ്ത്രാലങ്കാരകനായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ആ തുടക്കകാലത്ത് സിനിമ എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ. അപ്പോൾ എനിക്കൊരു സിനിമ ചെയ്യണം എന്നൊക്കെ ആ കാലത്ത് ചേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? ആ സമയത്തും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. ആ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് തയ്യക്കടയുടെ ചുറ്റുവട്ടമൊക്കെ വിട്ട് ഇവരെ കൂടെ ചേർന്നത്. ഒരുപാട് മനസ്സ് നിറച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അന്ന് അത്രയേ ഉള്ളൂവെങ്കിലും എനിക്ക് അന്ന് പ്രേം നസീറാബിനും ആവണമെന്നായിരിക്കും അന്ന് മോഹിച്ചു. അതുപോലെ അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് പറഞ്ഞപ്പോഴേ ഒരു ഇന്റർവ്യൂവിൽ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രം ബാഹുബലിയിലെ പ്രഭാസ്. ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട്? എല്ലാവരും കഥാപാത്രം നല്ലതായിട്ട് ആര് ചെയ്താലും അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് തോന്നുന്നു, പുതിയ തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഫോട്ടോസ് കാണുമ്പോൾ ഒരു ഓർമ്മ ഒന്ന് പങ്കുവെച്ചാൽ മതി. മാമൂക്കോയെ അദ്ദേഹത്തിനോടൊപ്പം ഒരു ഫോട്ടോ. മാമൂക്കയായിട്ട് വളരെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരാളായിരുന്നു. നിങ്ങളൊരു കോംബോ ഉണ്ടായിരുന്നില്ലേ? ഒരുപാട് കോമ്പിനേഷൻ, കൊച്ചു പ്രേമണ്ണൻ, മാമുക്കയ, അനിബുക്ക, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അശോകനൊക്കെ ആയിട്ട് അങ്ങനെ അതുകൊണ്ട് കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു മാമുക്ക, എല്ലാവരും മാമുക്ക വിളിക്കുന്നത് ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. മാമി ചേട്ടാന്നില്ല, സിദ്ദീഖ് സാറൊക്കെ പറയും മാമുക്ക എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഒരുത്തിന് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു മലയാളത്തിന്റെ ചാർലി ചാപ്ലിനാണ്. സ്വപ്നം കാണാൻ സ്വപ്നമല്ല, ഞങ്ങൾക്കത് യാഥാർത്ഥ്യമായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ആ സമയത്തുള്ള
ഒരു ആ സമയത്ത് മനസ്സ് നിറച്ച് നമുക്ക് അതുപോലെയൊക്കെ ആയെങ്കിലും എന്ന് തോന്നും. അതായിരുന്നോ മനസ്സിൽ ഒരു കോമഡി നടൻ? ഈ സീരിയസ് റോളൊന്നും അത് ചിന്തിച്ചിരുന്നില്ല, ഇങ്ങനെ മാറണ ഒരു മാറ്റം ഒന്നും? ഇല്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്ക് ഇപ്പം ലോക സിനിമയിൽ ആകപ്പാടെ എല്ലാവർക്കും ഏത് ഭൂഖണ്ഡത്തിലും ഈ കാണിച്ച അറിയുന്ന ഒരു നടൻ അതല്ലേ ഉള്ളൂ. അമ്മ അവസാനം എനിക്ക് പുസ്തകത്തിന് കഥ പറഞ്ഞ് അവസാന കാര്യം കഴിഞ്ഞ്, പക്ഷെ പുസ്തകം ഇറങ്ങുമ്പോൾ അമ്മ ഇല്ലാതെ വീക്കിലിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് എപ്പോഴൊക്കെ അമ്മയെ. ചേട്ടൻ്റെ മാറ്റമൊക്കെ ഈ ഒരു ജേണി അമ്മ എങ്ങനെയാ കണ്ടിട്ടുണ്ടായിരുന്നത്? അമ്മയ്ക്ക് അങ്ങനെ അമ്മയായിരിക്കും ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നതേ. നമ്മുടെ ഓരോ യാത്രയിലും അമ്മയായിരിക്കും വരുമ്പോഴോ വന്നപ്പോഴോ താമസിക്കുമ്പോഴോ ഒക്കെ ജന്മനാൾ പോലും അമ്മ വിളിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോഴും ഇത് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കിയ ഒരു കോംബോ ആണ്. അമ്പിളി ചേട്ടനായിട്ടുള്ള ഓർമ്മ സലീംകുമാറായിട്ടുള്ള നമ്മളൊരു ഗൾഫ് ഷോയ്ക്കൊക്കെ വെച്ച് എടുത്ത പടമാണ്. രണ്ടുപേരും സലീംകുമാർ പോയി, അമ്പിളി ചേട്ടൻ നമുക്കങ്ങനെ പ്രൗഢിയോടെ ഇരിപ്പുണ്ട്. സലീംകുമാർ ഒരു സിനിമ നടനല്ല, അല്ലാത്ത ബന്ധമായിരുന്നു. വളരെ വിശാലമായൊരു സിനിമ വിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. തെങ്കാശി പട്ടണത്തിലുള്ള റോള് ആദ്യ ചേട്ടനാ വന്നേന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു അങ്ങനെ. പിന്നെ തിരക്ക് കാരണമായിട്ടൊക്കെ പിന്നെ പക്ഷെ അത് പിന്നീട് ആലോചിച്ചു അതായിരുന്നു എൻ്റെ അങ്ങനെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കറക്റ്റ് അതായിരുന്നു. ഞാൻ ചെയ്തപ്പോൾ അത്രയും വരില്ല. അത് ശരിക്കും സലീമേട്ടന് അതൊരു ബ്രേക്ക് ആയിരുന്നു. തെങ്കാശി പട്ടണം എന്ന് പറയുന്നത് സലീം ചെയ്തതുകൊണ്ട് അതങ്ങനെയായി. ദേവു എന്നുള്ള വിളി ലാലേട്ടൻ വിളിക്കാറൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാലും? ഇല്ല, അങ്ങനെ വിളി കുറവാണ്. എങ്കിലും യാദൃശ്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കാണും, കുറേ നോക്കി നിൽക്കും, കെട്ടിപ്പിടിക്കും, എന്തെങ്കിലുമൊക്കെ കുസൃതി ചോദിക്കും. ഇത് ഹോം എന്ന് പറയുന്ന സിനിമ, സിനിമയെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്ന് പറയാം. ഒളിവർ എൻ്റെ ഉള്ളിലുള്ളൊരു ഒളിവറും കൂടെ ആണല്ലോ. അതെ, കുറച്ചുകൂടെ എൻ്റെ അംശമൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. അത് എപ്പോഴും റോജിനെ ഓർക്കും. റോജിൻ്റെ പപ്പയുടെ ചലനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. റോജിൻ്റെ തന്നെ ഒരുപാട് ബന്ധമുണ്ട് ആ കഥയ്ക്ക്, ആ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോഴെപ്പോഴും റോജിനെ ഓർക്കും ഈ പടം കാണുമ്പോൾ, ഹോമിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. അത് ഭയങ്കരമായിട്ട് വിജയ് ബാബു സാറും ഒരുപാട് സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ പിന്നെ എന്നാ ശരിക്കും ഇവിടെ ഇപ്പം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുത്തിരിക്കുന്നത് അദ്ദേഹം. ഒരുമിച്ചുള്ള ഓർമ്മ അറിയാൻ പറ്റുമോ? ഇല്ല, തുടക്കം മുതൽ ഇങ്ങനെ ഞാൻ കോസ്റ്റ്യൂം അദ്ദേഹത്തിൻ്റെ പടം കോസ്റ്റ്യൂം ചെയ്യുന്നു. പിന്നെ എനിക്കതിൽ ചെറിയ ക്യാരക്ടർ തരുന്നു, പിന്നെ വലിയ നീള ക്യാരക്ടർ തരുന്നു, പിന്നെ തുടർന്ന് എല്ലാ സിനിമയിലും എനിക്ക് വലിയ വലിയ ക്യാരക്ടർ തരുന്നു. മാറി തുടങ്ങിയ സമയത്ത് ഒരു സ്റ്റൈലൊക്കെ ഇതെങ്ങനെയായിരുന്നു ഈ സ്റ്റൈലിലേക്ക് മാറിയ? അതവര് ചെയ്തെടുത്ത് ഇങ്ങനെയൊക്കെ ഒരു സ്റ്റൈലും ലുക്കിലിന് വേണ്ടേ? അത് ക്യാരക്ടർ വരുന്നതനുസരിച്ച് ഞാനതാവും. അതാ ഞങ്ങൾ ആരും കാണാത്തൊരു ലുക്ക്. ഇതെന്താ ആശാനിന് വേണ്ടിട്ട് എടുത്തായിരുന്നു. കുറെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു, എന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി കുറെ ഞാൻ ചോദ്യം മിസ്സായാലും ചേട്ടൻ പറയാൻ മറക്കരുതല്ല എന്നുള്ളത് കൊണ്ട്. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടി സർ ധനുഷ് അഭിനയിക്കുന്ന സിനിമയിലാണ്. അതങ്ങനെ ചെയ്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കമന്റ് കണ്ടതായിരുന്നു. ചേട്ടൻ പറയാണ് മമ്മൂട്ടി സാറിൻ്റെയും ധനുഷിൻ്റെ അടുത്ത സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചേട്ടന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് നോക്കും, അവരെ പോലെ തന്നെ വലിയ നടനാണ് ഇന്ദ്രൻസ്. അത് ചേട്ടനെയാണ് അവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ചേട്ടന് വലിയ നടൻ. ഇപ്പോൾ അടൂർ സാറിന്റെ പടത്തില് മമ്മൂക്കയുടെ കൂടെ തന്നെ വലിയ വേഷം ചെയ്യും. മമ്മൂക്ക ഇങ്ങനെ എല്ലാരെയും വിളിക്കൂന്നൊക്കെ കേട്ടിട്ടുണ്ട്, നല്ല സിനിമകളൊക്കെ. അങ്ങനെ വിളിക്കാറുണ്ട് ഏതെങ്കിലുമൊക്കെ സിനിമ? വിളിക്കും. മമ്മൂക്ക എല്ലാവരെയും അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എല്ലാവരും വിളിച്ച കുശലം അന്വേഷിക്കുകയൊക്കെ ചെയ്യും, പറയുകയൊക്കെ ചെയ്യും. പുതിയ ഒരുപാട് സിനിമകളുടെ വിശേഷങ്ങൾ ഇനിയും സംസാരിക്കാൻ പറ്റട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു.